ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫ്രണ്ട്ലി ഷവർമയുടെ റെസിപ്പി നോക്കാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇത് എന്ത് വെച്ചിട്ടുള്ള ദോശയാണ്, ഇതെങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പി പറയുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊന്നും ആദ്യം കാണിച്ചു തരാം കേട്ടോ. ചെറുപയർ ദോശയാണ് കേട്ടോ ഇത്. ചെറുപയർ മിനിമം 1 or 2 hours വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് അരച്ചെടുത്തിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നതാണ്. വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നോർമലി ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ നന്നായിട്ട് പരത്തി നൈസായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. വേണമെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ തന്നെ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ടുള്ള ഫില്ലിങ്സ് നോക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ക്യാബേജ്, ക്യൂക്കുംബർ, അനിയൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് സ്ക്യൂസ് ഓഫ് ലെമൺ, സോൾട്ട്, പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അതിലോട്ട് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കറക്റ്റായിട്ട് അരിഞ്ഞിട്ടില്ല, കാരണം ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഇനി ഇതിലോട്ട് ചിക്കനോ ബീഫോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല. ഞാൻ ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്ലെയിൻ ആയിട്ട് കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ, സംഭവം തീർന്നു. ഡയറ്റ് ആയിരിക്കും നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്രേവിങ്സ് ആണല്ലോ, ആ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം ആണ് കേട്ടോ. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് കുബൂസ്, റുമാലി, പറാത്ത, ചപ്പാത്തി ഇത് വെച്ചിട്ടുള്ള ഷവർമയായിട്ടൊന്നും കമ്പയർ ചെയ്യരുത് കേട്ടോ. അത് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.